സ്റ്റോപ്പ്. ഓ, ഹാൻഡ്സ് അപ്പ്. ടീഷർട്ട് പൊക്ക്. കിളിയാകും. കുറഞ്ഞോ? എത്ര കിലോമീറ്റർ ഓടി? 4 കിലോമീറ്റർ 10 മിനിറ്റും 10 സെക്കൻഡും. റൂട്ട് ഏതാ? പഴയ റൂട്ട് തന്നെ. ശരിയാണോ അപ്പു? ഇല്ലാന്ന് മനസ്സിലായി. എന്റെ അപ്പു കള്ളം പറയില്ല. അവൻ നിന്റെ ആളല്ലേ? നിങ്ങൾ ഒരിക്കലും നേരെ ആവാൻ പോകുന്നില്ല മനുഷ്യ. ഞാൻ വെറുതെ ഓരോ സ്വപ്നങ്ങൾ കാണാം. നീ എന്തോരം വേണമെങ്കിൽ സ്വപ്നം കണ്ടു. പക്ഷെ സൽമാൻ ഖാൻ ഒന്ന് മാറ്റിപ്പടി. ഞാൻ 6 പാക്ക് ചെയ്യാൻ പോയാലേ അവസാനം നിനക്ക് എന്നെ പാക്ക് ചെയ്യേണ്ടി വരും. എനിക്ക് വിശക്കുന്നു ഡാർലിംഗ്. നീ എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ താ. ഇഡ്ഡലി കഴിച്ച കാലം മറന്നു. നിങ്ങൾ ഇനി എന്തൊക്കെ കരഞ്ഞാലും ഇഡ്ലി ചട്നി ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഉള്ളി പാവയ്ക്കാ ജ്യൂസ്. കണ്ണി കണ്ടതൊക്കെ വാരി വലിച്ച് തിന്നിട്ട് മനുഷ്യന്റെ കോലം കണ്ടില്ലേ? എന്റെ കോലത്തിന് എന്താ കുഴപ്പം ഡാർലിംഗ്? എന്താ കുഴപ്പമെന്നോ? എര വിഴിഞ്ഞ് മുലമ്പാമ്പിനെ പോലെ. ഇനി വല്ല വാഴത്തോട്ടത്തിലും കോലം കുത്താൻ കൊള്ളാം. കരിങ്കണ്ണ ചതിക്കല്ലേ. പാഴയ്ക്ക. ഇയാൾ ഒരുത്തം കാരണം എനിക്ക് വായിക്ക് രുചിയായി 2 ഇഡ്ഡലി പോലും കഴിക്കാൻ പറ്റാതായി. ഏടോ തനിക്ക് സിനിമയിൽ മസിൽ ഉരുട്ടി കാണിച്ചാൽ കോടികൾ കിട്ടും. ഈ പാവപ്പെട്ട കേശവന്മാർ ഉരുട്ടി കാണിച്ചിട്ട് എന്ത് കിട്ടാനാ? നിങ്ങളുടെ നേരം ഒന്ന് ഉറക്കട്ടെ. ഇത് കഴിക്കേ. ഇന്ന് പെട്ടെന്ന് സ്കൂളിൽ പോവാൻ നോക്ക്. നിനക്ക് ഇപ്പോഴും എന്നോടുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ലേ? ഏടോ ഇവന്മാരെന്നെ വിളിച്ചോണ്ടിരിക്ക ഇവരുടെ പരസ്യത്തിൽ അഭിനയിക്കാൻ. എന്നിട്ട് വേണം ഇനി നാട്ടുകാരും കൂടി അറിയാൻ. എന്ത്? എടോ ഡോസ് അധികമായാൽ ആള് തട്ടിപ്പോവും. അങ്ങ് ചാവാണെങ്കിൽ ചാവട്ടെ, ഞാൻ സഹിച്ചുന്നേ. കാശ് കൊടുത്ത് വാഷിംഗ് മെഷീൻ വാങ്ങിയിട്ടില്ല. എന്നാലും കഴുകാൻ ഞാൻ തന്നെ വേണം. ഇലക്ട്രിസിറ്റി ബില്ല് കൂടും, ബ്ലൗസിന്റെ ഹുക്ക് പോവും, സാരിയുടെ കളർ ഇളകും. ഇല്ലാത്ത കംപ്ലൈന്റ്സ് ഒന്നുമില്ല. ഇതെന്തിനാ തോളിലിട്ടേക്കുന്നേ? തറയിൽ വെച്ച ഉറുമ്പരിക്കും, തലയിൽ വെച്ച പേനരിക്കും. നിങ്ങൾ ഈ പറയുന്നത് കേട്ടാ തോന്നുമല്ലോ എനിക്ക് ഏതാണ്ട് പഞ്ചസാരയുടെ അസുഖം ഉണ്ടെന്ന്. ഞാൻ വെറുതെ ഒരു പഴഞ്ചൊല്ല് പറഞ്ഞതല്ലേ വസു. ഒന്ന് പെട്ടെന്ന് ആയിക്കോട്ടെ, കിച്ചണിൽ കയറാൻ സമയമായി. അവളുടെ ഒരു 1, 2, lunchtime, 3, 4, crunch time. Lyrics that I spit to make rain turn to sunshine. Hit 'em with the punchline, catch 'em on the blind side. Fill it and whoop. But you got away, thought you were home free, but I'm back, now your eyes closed so slowly. I move quickly, you so sickly. Bubblegum rapper, you such you got away. എന്തോന്നാ ഒരു ആത്മകഥം? അല്ല വസുന്ധരെ, ചിലപ്പോ എനിക്ക് തോന്നും കഴിഞ്ഞ ജന്മം ഞാനൊരു കുശിനിക്കാരനായിരുന്നെന്ന്. ചിലപ്പോ തോന്നും ഒരു അലക്കുകാരനായിരുന്നു. ചിലപ്പോ തോന്നും ഒരു അടിച്ചു തളിക്കാരനായിരുന്നെന്ന്. എന്തായാലും നിങ്ങളൊരു ഭാഗ്യവാനാ. ഈ ജന്മം ഇതെല്ലാം കൂടി ഒരുമിച്ച് കിട്ടിയല്ലോ. അതെ അതെ. ഇനി കഴിഞ്ഞ ജന്മം ഞാനൊരു പെണ്ണായിരുന്നു. അപ്പൊ പിന്നെ ഈ ജന്മം എന്തോന്നാ? ഓ വസുന്ധര, നിനക്ക് എന്നെ ഒരു വിലയില്ല. എങ്ങനെ വില വെക്കും? അതെ, ഇങ്ങനെ പറണ്ടി ഇരിക്കാതെ വേഗം ജോലി തീർത്ത് ഓഫീസിൽ പോവാൻ നോക്ക്. ആഫീസ് അവിടെ എപ്പോ പോയാലും മതിയല്ലോ. അതുപോലെയാണോ ഇവിടെ? ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണോ? ഉവ്വ്. പോട്ടെ. വേണ്ട, ഞാൻ തന്നെ അലക്കേണ്ട വരും. ആരോടെ പെട്ടെന്ന് വണ്ടി എടുക്കേ. സ്റ്റേഷൻ. കൈകൾ ധരിക്കുന്നു. ഇനി അതുകൂടി ഞാൻ പറഞ്ഞു തരാം. തോന്നിയ ദിവസം കാണിച്ചും പോരാ, വെളിച്ചിനും കൂടെ ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. രണ്ട് കോഴിത്തരം ഞാൻ ഇന്നത്തോടെ നിർത്തും. എനിക്കൊരു സാരി മേടിച്ചു തരാൻ പറഞ്ഞ ഇയാൾക്ക് തിരക്കോട് തിരക്ക്. കണ്ണിക്കണ്ട അലവലാദികൾക്ക് വേണ്ടി സാരികൾ വാങ്ങിച്ചു കൂട്ടുക. എന്റെ പൊന്നെ യശോദ, ഞാൻ പറഞ്ഞൊന്ന് വിശ്വസിക്ക്. അത് കോടതി കൊടുക്കാനുള്ള തൊണ്ടിയാ. തമ്പിച്ച ഇന്നലെ കാറിൽ വെച്ച് മറന്നതാ. നോക്ക്, കത്തിച്ച ആ പാവത്തിന് തൊപ്പി തെറിക്കിയേ. സ്റ്റിക്കർ പോലും ഇളക്കിയിട്ടില്ല, തൊണ്ടി പോലും. കണ്ട പോക്കൃത്തിന് മൊത്തം കാണിച്ചിട്ട് നാട്ടുകാരുടെ മുമ്പിൽ അയാളുടെ ഡീസന്റ്. ഞാൻ ഭ്രാന്തി, സംശയ രോഗി. ഗുഡ് മോർണിംഗ്. എത്തിയല്ലോ. ഭാര്യ പിന്നെയും പൊക്കും. രക്ഷിക്കാൻ പറ്റുമെന്നൊന്നും.
ഡോ വക്കീലെ, തനിക്ക് ആരോടും LLB വന്നത്? കാറിന്റെ മേലാണോ തൊണ്ടി സാധനങ്ങളെ സൂക്ഷിക്കുക? എന്നെ പൊട്ടിയാക്കാനൊന്നും നോക്കണ്ട. നിങ്ങൾക്കെന്താ? നിങ്ങളുടെ തൊണ്ടി നിങ്ങളുടെ വണ്ടിയുടെ ഡിക്കിയിൽ സൂക്ഷിച്ചാല്. അയ്യോ എന്റെ പൊന്നു പെങ്ങളെ, ഇവിടെയാണെങ്കിൽ തുണിയും കാറും കത്തിച്ച് കളിക്കുള്ളൂ. വസുന്ധരയുടെ കയ്യിൽ ഇത് കിട്ടിയാലേ ദേ ഇങ്ങനെ പൊതിഞ്ഞിട്ട് എന്നെയും ചേർത്ത് കത്തിക്കും. ഓട്ടടോ പരട്ട വക്കീലെ. ആരാണ്? ആ അല്ല, ഇതാര്? ഗീതമോളോ? മഞ്ജു, ധാരാ വന്നിരിക്കുന്നു നോക്കിയേ. മോളുവാ. ചേച്ചി, അയ്യേ, ഇതെന്താ മോളെ ഇത്? കരയില്ലേ? ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. മഞ്ജു, ഇവിടെ അകത്തേക്ക് കൊണ്ടുപോകും. ഗീതയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമുണ്ടോ? ഇതെല്ലാം കൂടെ വലിച്ചു കയറി ഞാൻ അടുപ്പത്തിടും. എടി ചതിക്കല്ലേ, അത് പാവപ്പെട്ട കോളേജ് പിള്ളേരെ ഭാവിയാണ്. ആദ്യം വീട് നന്നാക്ക്, അത് കഴിഞ്ഞു മതി നാടും. കുട്ടിയേട്ടൻ എന്താ അവളോടൊന്ന് സംസാരിച്ചാല്? എടി ഞാൻ എന്ത് സംസാരിക്കാനാണ്? സ്ഥിരം പല്ലവി തന്നെ. സ്ത്രീധനം, നാത്തൂമ്പോര്, അമ്മായിമ്മ പോര്, ഒടുക്കം കുഞ്ഞിക്കാല് വരെ വന്നു നിൽക്കും. പാവം, അവളുടെ കാര്യം ആലോചിക്കുമ്പോഴാ. ഒരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ അതെങ്കിലും ആയേനെ. ജീവിക്കാൻ എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ? അവൾ എന്തെങ്കിലും ചെയ്തു കളയുമെന്ന് എന്റെ പേടി. ബാലിനോട് ഞാൻ പലവട്ടം സംസാരിച്ചതാ. അവനിങ്ങ് വന്നോട്ടെ, ഞാൻ ഒന്നുകൂടെ സംസാരിക്കാം. എന്റെ കാഴ്ചപ്പാടിൽ ഈ പ്രശ്നത്തിന് ഒരൊറ്റ പരിഹാരമേ ഉള്ളൂ. ഒന്നുകിൽ ഒരു കുഞ്ഞിനെ ദത്തെടുക്കുക, അല്ലെങ്കിൽ ഈ ബന്ധം അങ്ങോട്ട് പിരിയുക. ഓഹോ, ഇതാണോ വലിയ കാഴ്ചപ്പാട്? എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യേ, ബാലന്റെ അമ്മയുടെ കറക്റ്റ് പേരും അഡ്രസ്സും എത്താം, പിൻകോഡ് സഹിതം. അതെന്തിനാ? നമുക്കേ ഒരു ഊമക്കത്തെ. അച്ഛനോടെ കിടക്ക്. എന്താ എന്താ പെട്ടെന്ന് ഇങ്ങനെ? TV ന്യൂസ് കണ്ടപ്പം മുതലൊരു തലചുറ്റല്. അയ്യേ, ഇത്രയേ ഉള്ളോ? ഇതിപ്പോ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. കൊല്ലം കുറയല്ലേ പറയാൻ തുടങ്ങിട്ട്. എന്നാലും പെട്ടെന്ന് വാർത്ത കേട്ടപ്പോൾ ജനിച്ചു വളർന്ന നാടല്ലേ, പെട്ടെന്ന് എല്ലാം ഇട്ടെറിഞ്ഞു പോകാന്ന് വെച്ചാൽ. അയ്യേ, ഇതാണോ? രണ്ടെണ്ണം വിട്ട ഇതൊന്നല്ലല്ലോ വീമ്പ് പറയല്. അതല്ലടാ, ഇനി എത്ര കാലാടാ ഞാൻ പുതിയൊരു സ്ഥലത്തോട്ടൊക്കെ പറിച്ചു നടുക എന്ന് പറഞ്ഞാൽ പഴമക്കാരല്ലേ ഞങ്ങള്? അച്ഛാ, ബൈപ്പാസ് വരുന്നോടുകൂടി കുടിയിറക്കപ്പെടുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. അവരൊക്കെ വെച്ച് നോക്കുമ്പോ നമ്മള് ഭാഗ്യവാന്മാരല്ലേ. നിന്റെ ഊമക്കത്ത എല്ലാത്തിനും കാരണം കാരത്തോട് ജംഗ്ഷനിലെ ഗതാഗത കുരുക്ക് പോലും കുരുക്കഴിച്ചപ്പോ സമാധാനമായല്ലോ. അമ്മേ, അതിനെന്താണ്? വീട് പോകുന്നുള്ളത് ശരി, പക്ഷെ റോഡ് വരുന്നതോട് കൂടിയിട്ട് ബാക്കിയുള്ള സ്ഥലത്തിന് 4 ഇരട്ടി വില കിട്ടും. ആ പൈസ കൊണ്ട് നമുക്ക് ഒന്നാം തരം ഒരു വീട് വാങ്ങാം. അച്ഛൻ സമാധാനായിട്ടിരിക്കും. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ. നീ അങ്ങോട്ട് ചെല്ല്, മുത്തച്ഛൻ ലേശം മരുന്ന് കൊടുക്കട്ടെ. ചുമ. മനസ്സിലായി, ഇതിനല്ലേ? എന്നാ വെള്ളം എടുത്തിട്ട് വാ. ഒരു 2 എണ്ണം അങ്ങോട്ട് വിട്, അപ്പൊ ബോധക്കടക്കണ പോകും. പിന്നെ മൊത്തടിച്ച് തീർക്കരുത്, എനിക്കും കൂടെ ബോധം കടള്ളതാണ്. ഒരു പൈന്റില് 2 ബോധക്കേടോ? നടക്കില്ല. അങ്ങനെ കായം കാണിക്കരുത്. അച്ഛാ, ഇറങ്ങാം. വരുന്നു. ഞങ്ങള് റെഡി. നിങ്ങളെങ്ങോട്ടാണ്? വീട് കാണാൻ. ഓ, അതിനൊന്നും ആയില്ലല്ലോ, ഞങ്ങളൊന്ന് പോയി കാണട്ടെ. എന്നാലും അങ്ങനെയല്ലല്ലോ, അവളുടെ താല്പര്യം കൂടി നോക്കണ്ടേ? ഒരു ഓട്ടോ വിളിച്ച് അവളെ കൂട്ടിക്കൊണ്ട് പോ. അതെ, എന്നാ നിങ്ങൾ രണ്ടുപേരും കൂടെ പോയിട്ട് വാ. നിങ്ങൾക്കല്ലേ വീട് ഇഷ്ടപ്പെടേണ്ടത്. ആന്നും വേണ്ട, ചാന്നും ശരിയാവില്ല. നിങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഇവിടെ വഷളാക്കാൻ നിൽക്കുന്നത്. ആ ദാമോദര മാഷോടെ വെയിറ്റ് ചെയ്യണം, നമുക്ക് പോയിട്ട് വരാം. എന്നാ പിന്നെ നിങ്ങൾ എല്ലാവരും കൂടെ അകത്ത് കയറിയിരുന്നോ, ഞങ്ങൾ രണ്ടും കൂടെ പോയിട്ട് വരാം. വാ. എവിടേക്ക് പോകാന്ന് പറഞ്ഞാൽ കൂടെ അറിയിക്കോളൂ. പുറപ്പെട്ടു ഒരു കാര്യമില്ല. ചേട്ടാ, ആ പ്രമാണത്തിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. കുഴപ്പമില്ല അല്ലപ്പാ? കൊള്ളാം കൊള്ളാം. കണ്ട ഒരു മനയൊക്കെ ഉണ്ട്. തരക്കേടില്ല, നല്ല വീട്. ഉറപ്പിച്ചോ? ഏകദേശം ഒരു ധാരണയായി. അടുത്ത ആഴ്ച എഴുതാന്നാ. അല്ല, മനസ്സിലായില്ല. ഞാൻ തമ്പി, വേലുത്തമ്പി. അല്ല, ഇവിടുത്തെ ഇത് സേവ്യർ കുബേര. അല്ല, കാലിനെന്ത് പറ്റി? റോഡ് മൊത്തം കട്ടറല്ലേ? ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ലല്ലോ. നിങ്ങൾ പുതിയതല്ലേ? അതെ, സാവധാനം ബോധ്യായിക്കോളും. ഏതായാലും ഇതുപോലൊരു വടിക്ക് ഓർഡർ ചെയ്ത് വെച്ച്. ഏതായാലും തീരുമാനിച്ചുറപ്പിച്ച സ്ഥിതിക്ക് ഞങ്ങൾ ഇനി ഒന്നും പറയുന്നില്ല. ജനമൈത്രി നഗറിലേക്ക് സുസ്വാഗതം.
See you. ഒരു പ്രധാന കാര്യം ചോദിച്ചോട്ടെ, ഇവിടത്തെ ബിവറേജ് കോർപ്പറേഷൻ എവിടെ? ആ വളവിലുണ്ട്. അവിടെ തന്നെ അല്ലേ? എന്തോന്നപ്പ ഇത്? ചുമ്മാ അല്ല, അവരാ വടി ഓർഡർ ചെയ്യാൻ പറഞ്ഞതിൽ എന്തോ ഒരു അപകട സൂചന ഉണ്ടല്ലോ. എന്തപകടം? അച്ഛൻ നോക്ക്, വല്ല കുഴപ്പമുണ്ട് ഈ റോഡിന്? കേരളത്തിലെ മറ്റുള്ള റോഡുകളെ വെച്ച് നോക്കുമ്പോ ഇതാണ് ഭേദം. ഇവന്മാര് വല്ല വെള്ളം അടിച്ച് വണ്ടി ഓടിച്ച് കാണും. അപ്പൻ്റെ അത്രയും കപ്പാസിറ്റി കാണൂലല്ലോ. ഏതായാലും എനിക്ക് ഒരു കാര്യം ഇഷ്ടപ്പെട്ടു. എന്തോന്ന്? അടുത്തൊരു SI ഉള്ളതുകൊണ്ട് കള്ളന്മാരെ പേടിക്കണ്ട. ഓ, കള്ളന്മാരാ അപ്പ ഭേദം. മോഷണം മാത്രല്ലേ ഉള്ളൂ, ഭീഷണി ഇല്ലല്ലോ. ഈ അച്ഛനെ കൊണ്ട് തോറ്റു. വീടും ലൊക്കേഷനും അയൽവക്കൊന്നും അച്ഛന് പ്രശ്നമല്ല. വാക്കബിൾ ഡിസ്റ്റൻസിൽ ബിവറേജ് ഉണ്ടോ അത് മതി. ആ മഞ്ജു, ഇതിനേക്കാ വലിയ വീടാ. നമുക്ക് 4 പേർക്കത് കൊട്ടാരാ. ഇത്തിരി പഴക്കമൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു കോട്ട് പെയിന്റ് അടിച്ചാൽ നമുക്ക് മാറ്റാവുന്നതേ ഉള്ളൂ. പിന്നെ പുറംപണിയൊക്കെ നമുക്ക് സൗകര്യം പോലെ ചെയ്യാം. ആ, നിനക്ക് സന്തോഷമുള്ളൊരു വാർത്തയുണ്ട്. നല്ല അടിപൊളി കിച്ചൺ മോഡുലാ. എടീ, നീ കേൾക്കുന്നുണ്ടോ? ഉണ്ടേ. ഞാനെന്ത് പറയാനാ? നിങ്ങൾ കാണുന്നു, നിങ്ങൾ തീരുമാനിക്കുന്നു. പെണ്ണുങ്ങൾ അഭിപ്രായം പറയാൻ പാടില്ലല്ലോ. അതല്ലേ നിങ്ങളുടെ കാഴ്ചപ്പാട്. നിനക്ക് ഇതുവരെ എന്നെ മനസ്സിലായില്ലല്ലോ മഞ്ജു. ഈ ലോകത്ത് നിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്നെപ്പോലെ അറിയുന്ന വേറെ ആരാ ഉള്ളേ? ആ വീട്ടിൽ മുഴുവൻ ഞാൻ തരഞ്ഞത് നിന്റെ ഇഷ്ടങ്ങളായിരുന്നു. നിനക്ക് വേണ്ടി ഞാൻ കണ്ടാ പോരേടി. ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ നമ്മളൊരു പുതിയ വീട് വാങ്ങുന്നത്. അപ്പൊ അത് കാണാൻ ഭർത്താവിനോടൊപ്പം പോവുക, അത് ഏതൊരു പെണ്ണിന്റെ മോഹമല്ലേ? കുട്ടിയേട്ടന്റെ സ്കൂട്ടറിന്റെ പുറകിലെ ഒട്ടിപ്പിടിച്ചിരുന്ന. നീ എന്താടി കൊച്ചുകുട്ടികളെ പോലെ? അച്ഛനെ കൊണ്ടുപോയത് അതിന്റെ പ്രശ്നം? വയസ്സായ ആളല്ലേ, വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു. അച്ഛൻ വിഷമിക്കുന്നത് കുട്ടിയേട്ടന് സഹിക്കില്ല. എന്റെ ഫീലിങ്സ് ആർക്കും ഒരു പ്രശ്നമല്ല. അയ്യേ, നിന്റെ മനസ്സിൽ ഇതൊക്കെയാണോ? നിനക്ക് എന്താ ഇവിടെ ഒരു കുറവ്? ഏയ്, എനിക്ക് ഒരു കുറവുമില്ല. സന്തോഷമാണ്. രാവിലെ എണീക്കുക, അടുക്കള കയറുക, വെക്കുക, വിളമ്പുക, കഴിക്കുക. അഭിപ്രായങ്ങൾ മാത്രം പറയാൻ പാടില്ല. അതാണല്ലോ ഭാര്യ, അതാണല്ലോ സ്ത്രീ. കൂടുതൽ പറഞ്ഞാലേ ഇങ്ങോട്ട് തിരിഞ്ഞെടുക്ക് അഞ്ചോ. കൊഞ്ചല്ലേ? ഭാര്യകളെ കൂട്ടാതിരുന്നത് ആള് കൂടുന്നിടത്തൊന്നും അവള് വരത്തില്ലെന്നേ. എല്ലാവരും ബാച്ചിലേഴ്സ് ആയിട്ടാണല്ലോ, ഭാര്യമാരൊന്നും ഇല്ലേ? അവരൊക്കെ ഭയങ്കര തിരക്കിലല്ലേ. ജനറൽ ബോഡി, ലോക്കൽ മീറ്റിംഗ്, സംസ്ഥാന സമ്മേളനം, ഒന്നും പറയണ്ട. ഒരു പുതിയ ഫാമിലിയെ കിട്ടിയതിന്റെ ത്രില്ലില്ല അവര്. അതുകൊണ്ട് എത്ര പാതിരാത്രി ആയാലും അവരിങ്ങോട്ട് എത്തും. ബാലനോ? അച്ഛാ, ബാലൻ. ആ ബാല, അപ്പൊ എന്താ അമ്മ വിഷയം കൂട്ടായിരുന്നല്ലേ? അവരുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയാമോ? അച്ഛാ ഹേയ് വാമി. എല്ലാരും വന്നല്ലോ. എന്നാ പിന്നെ താമസിക്കണം, നമുക്ക് ചടങ്ങ് തുടങ്ങാം. വന്നാട്ടെ വന്നാട്ടെ. തുടങ്ങല്ലേ ചടങ്ങ് നടക്കട്ടെ. വാമേ, അമ്മ കൊടുത്തു. വേണ്ട, മോള് കൊടുത്തിട്ടെ. ഐശ്വര്യമുള്ള ഒരാൾ കൊളത്തിട്ട അപ്പൊ അതല്ലേ നല്ലത്. ചുമ്മാ ഇരിക്കണ. ഒരു നല്ല കാര്യം നടക്കുമ്പോ അവളെ ഇളക്കാതെ. അമ്മേ, അമ്മ വാ. വേണ്ട, ഒരു നല്ല കാര്യത്തിന് വിളിച്ചാലും എത്ര വലിയ പാട്. അയ്യോ, ഇനി ഞാൻ നിന്നാ പണി കിട്ടും. ഇന്നും ബാങ്കിൽ പോണോ നിനക്ക്? സ്റ്റാഫ് രണ്ടും കണക്കാച്ചാ. ഇനി ചെല്ലുമ്പോ അറിയാ എന്തൊക്കെ പൂല ഉണ്ടാക്കി വെച്ചിട്ടുള്ളതെന്ന്. അമ്മേ, ഞാൻ ഇറങ്ങട്ടെ. അപ്പൊ എല്ലാരോടും അച്ഛാ, അമ്മേ മോള് പായസം നോക്കിക്കൊള്ളണേ. സോറി ട്ടോ, ലേറ്റ് ആയി. എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ബൈ ദ ബൈ, ആരാ ഫ്രണ്ടിലിരിക്കുന്ന മോപ്പിൾസ്? ഒന്ന് എന്റെ അച്ഛന്, വണ്ണമുള്ളയാൾ ചേട്ടന്റെ അച്ഛൻ. ഈ കിളവന്മാരൊക്കെ വെറും വേസ്റ്റാ. പെട്ടെന്ന് ഡിസ്പോസ് ചെയ്യണം. ഇവരൊക്കെ ആരാ? അയലോക്കക്കാരാ. ഇണക്കവും പത്രാസും ഒക്കെ കണ്ടിട്ട് കുഴപ്പക്കാരാണെന്നാ തോന്നുന്നു. അയ്യോ, പുറത്തുനിന്ന് കണ്ടപ്പോ ചെറുതാണെങ്കിലും നല്ല വീടാണെന്ന് തോന്നി. പക്ഷേ അടുക്കള വന്നപ്പോ സകല ഇംപ്രഷനും പോയി. അതെന്നെ, നിന്ന് തിരിയാൻ പോലും സ്ഥലമില്ല. ഇന്നത്തെ കാലത്ത് യൂട്ടിലിറ്റി ഏരിയ ഇല്ലാത്ത ഒരു കിച്ചൺ സങ്കല്പിക്കാനേ വയ്യ.
അയ്യോ, ഇറ്റ്സ് ഹൊറിബിൾ. വീട് കാണാൻ വന്നപ്പോ മഞ്ജു ഇതൊന്നും ശ്രദ്ധിച്ചില്ലേ? ഞാനല്ല വന്നത്, കുട്ടിയേട്ടനും അച്ഛനും കൂടിയാ. നെവർ മൈൻഡ് മഞ്ജു. കുറച്ചു കാലം താമസിച്ചു കഴിഞ്ഞ് ഈ തങ്ങ ഇടിച്ചു പൊളിച്ച് കളഞ്ഞാ മതി. പുള്ളിക്കാരൻ ആളെങ്ങനെയാ? റിസപ്റ്റീവ് ആണോ? എല്ലാ കാര്യത്തിലും മഞ്ജുവിന്റെ അഭിപ്രായം കൂടി ചോദിക്കാറുണ്ടോ? മുഖം മനസ്സിന്റെ കണ്ണാടിന്നാണ്. അങ്ങനെയല്ല, എല്ലാത്തിനും ഞാൻ എന്റെ സജഷൻസ് പറയും. പക്ഷേ പുള്ളിക്കാരൻ പിടിച്ച മുയലിന് 3 കൊമ്പ. അതല്ലേ സത്യം? അങ്ങനല്ല. നോക്ക് മഞ്ജു, ഇത് മഞ്ജുവിന്റെ മാത്രം പ്രശ്നമല്ല. അടിച്ചമർത്തപ്പെട്ട ഭാര്യ അതൊരു ആഗോള പ്രതിഭാസമാണ്. സ്ത്രീകൾ സംഘടിക്കുക, അത് മാത്രമേ ഉള്ളൂ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം. സമാന ചിന്താഗതികളുള്ള സ്ത്രീകൾ കൈകോർക്കുക. ഈ ആശയത്തിൽ നിന്നും ജന്മം കൊണ്ടതാണ് സ്ത്രീ സമത്വവേദി എന്ന പ്രസ്ഥാനം. സ്ത്രീയും പുരുഷനും സമാസമം, അതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. ഗംഗേ, നീ നമ്മുടെ ബ്രോഷറിംഗ് എടുത്തോ. മഞ്ജു, സമയം കിട്ടുമ്പോ ഇതൊന്നും മനസ്സിരുത്തി വായിക്കേ. ദിസ് ഇസ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ത്രില്ലിംഗ് ടു. അതെ മഞ്ജു, ഒറ്റയ്ക്കാണെന്നുള്ള ചിന്ത ഇതോടെ അങ്ങ് ഉപേക്ഷിച്ചേക്കാം. ഏത് പാതിരാത്രിക്കും എന്താവശ്യത്തിനും വിളിച്ചാ മതി, ഞങ്ങളുണ്ടാവും കൂടെ. ബൈ ദ വേ മഞ്ജു, നെക്സ്റ്റ് മന്ത് മീറ്റിംഗ് എന്റെ വീട്ടിൽ വെച്ചാ. പ്ലീസ് ഡു ഡ്രോപ്പ് ഇൻ. ഓക്കെ? സാറ്റർഡേ 23 ഡേറ്റ് മറക്കണ്ട. ഓക്കെ ഡാർലിംഗ്, സീ യു. ബൈ ബൈ. ബൈ മഞ്ജു. ബൈ മഞ്ജു. പാവം കുട്ടിയല്ലേ? അതെ അതെ. സ്ത്രീ പുരുഷന്റെ അടിമയല്ല, സ്ത്രീ അബലയുമല്ല. വെക്കാനും വിളമ്പാനും മാത്രമല്ല സ്ത്രീ ജന്മം. സ്ത്രീകൾക്കെതിരെ എന്ത് അതിക്രമം ഉണ്ടായാലും ഞങ്ങൾ അതിൽ ഇടപെട്ടിരിക്കും. Come on. നീ ഇത്ര പൊട്ടിയാന്ന് ഞാൻ വിചാരിച്ചില്ല. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ വില്ലി. വെറും ഒരു കൗതുകത്തിന് വേണ്ടി പോയതാ മീറ്റിങ്ങിന്. മേലുദ്യോഗസ്ഥന് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. കഷ്ടകാലത്തിന് ഞാൻ പറഞ്ഞു ആളിത്തിരി കുഴപ്പക്കാരനാണെന്ന്. അത്രയും അവളുമാര് വലയം വിരിച്ച് കാത്തിരിക്കായിരുന്നു ഇരയെ കിട്ടാൻ. അവളുമാര് ഫെമിനിസ്റ്റ് ആണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഈ ഫെമിനിസം എന്നൊക്കെ പറയുന്നത് ഒരു തരം തട്ടിപ്പ. പുരുഷന്റെ സ്നേഹം നിഷേധിക്കപ്പെടുമ്പോ അതിൽ നിന്നുണ്ടാകുന്ന ഒരു തരം ഫ്രസ്ട്രേഷൻ. ആദ്യം പുരുഷവർഗത്തോടുള്ള വെറുപ്പ്, പിന്നെ അത് ലോകത്തോട് മുഴുവനുള്ള പകയും വിദ്വേഷമൊക്കെ ആയിട്ട് മാറും. നിന്നെ സ്നേഹിക്കാൻ ആണൊരുത്തിനോട് തടിവടി പോലെ നിൽക്കുമ്പോ നീ എന്തിനെതിലൊക്കെ പോയി ചാടുന്നത്? അതെ അതെ, ഈ ആണൊരുത്തിന് ആണ്ടിനും സംക്രാന്തിക്കല്ലേ കയ്യില് കിട്ടുന്നത്. ഇവിടുന്ന് മുങ്ങിയ പിന്നെ പൊങ്ങുന്നത് അങ്ങ് ദുബായില്. ആ, നീ പറയുന്ന കേട്ടാ തോന്നും ഞാൻ ടൂറിന് പോവാണെന്ന്. പച്ചരി വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടമല്ലേ. 5 സ്റ്റാർ ഹോട്ടലിലെ സ്വിമ്മിംഗ് കോച്ചിന് എന്ത് ഉലുവ കിട്ടാനാ? എന്നാ പിന്നെ മോനൊരു കാര്യം ചെയ്യും, ഈ ആർത്തി പിടിച്ചുള്ള ഓട്ടോ ഒക്കെ തീരുമ്പോ ജസ്റ്റ് ഗിവ് മീ എ റിംഗ്. ഉപ്സ്, അപ്പോഴേക്കും പിണങ്ങിയോ? ഞാനൊരു തമാശ പറഞ്ഞല്ലേ. എന്നെ കാത്തിരിക്കുക കൊച്ചമ്മമാരെ മീറ്റിങ്ങിന്. പോകുന്നൊക്കെ കൊള്ളാം, പേപ്പർ ഒന്ന് സൈനിട്ട് കൊടുത്തേക്കല്ലേ. ഓ പിന്നെ മഞ്ജുവിനെ കാണുന്നില്ലല്ലോ. വരും, വരാതിരിക്കില്ല. നമ്മള് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതല്ലേ. വിദ്യാഭ്യാസവും ലോകപരിചയമൊക്കെ ഉള്ള ആളല്ലേ. വരും വരും. പുരുഷ മേധാവിത്വത്തിന്റെ ഒരു ചെറു സൂചനയെങ്കിലും അത് വീട്ടിലാവട്ടെ ജോലി സ്ഥലത്താവട്ടെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ആ നിമിഷം നമ്മൾ പ്രതികരിച്ചിരിക്കണം. നാം ഇനി ഒരടി പിന്നോട്ടില്ല. നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണ സഹകരണം പ്രതീക്ഷിക്കുന്നു. ജയ് നാരി. അടുത്തതായി ഗംഗാദേവി. ദേ മഞ്ജു വരുന്നു. മഞ്ജു വാ, എന്താ ഇവിടെ നിക്കണേ? വാ വാന്നേ. ഹായ്, സ്ത്രീ സമത്വവേദിയിലേക്ക് സ്വാഗതം. ഹാർട്ടി വെൽക്കം. താങ്ക് യു. ഐ ആം സോ ഹാപ്പി. താങ്ക് യു. വരൂ പ്ലീസ്. ഇനി കർമ്മ പരിപാടിയിലേക്ക് കടക്കാം. ഈ നിരോക്ഷയുടെ പ്രശ്നം ആകെ രൂക്ഷായിക്കൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇവള് കംപ്ലൈന്റ് ഒപ്പിട്ട് തരണ്ടേ? മാഡം പ്ലീസ് ഗിവ് മീ സം മോർ ടൈം. ഗോവിന്ദൻകുട്ടിന്ന് കേൾക്കുമ്പോഴേ ഇവളുടെ മുട്ടിടിക്കും. പടക്കളത്തിൽ ശങ്കിച്ചു നിൽക്കുന്ന പോരാളി പരാജയപ്പെടാം, ചിലപ്പോൾ കൊല്ലപ്പെടാം. ഏത് ഗോവിന്ദൻകുട്ടിയുടെ കാര്യ? നിരോഷ വർക്ക് ചെയ്യുന്ന ബാങ്കിന്റെ മാനേജർ, ഒരു ഞരമ്പ് രോഗി, കാഴ്ചപ്പാട് ഗോവിന്ദൻകുട്ടി. ഇരിക്കൂ, ഇപ്പൊ ഇങ്ങ് വന്നല്ലേ ഉള്ളൂ. അതല്ല,
ചേട്ടൻ വരാറായി. അയാള് വരുവോ പോവോ ചെയ്യട്ടെ, മഞ്ജുനെന്താ? കെട്ടിയാൻ തല്ലുവെന്ന് പേടിയുണ്ടോ? വെട്ടി ഞങ്ങള്. മഞ്ജുവിന്റെ ദേഹത്ത് ഒരു നുള്ളു മണ്ണ് വീണ ആ കൈ ഞങ്ങൾ വെട്ടും. മോളെ മഞ്ജു, ഇനി നീ ഒറ്റയ്ക്കല്ല. നമ്മളെല്ലാം ഒന്നാ. യെസ്. വെക്കി മഞ്ജു. ആ മഞ്ജു ഹസ്ബൻഡ് പേര് പറഞ്ഞില്ല. ഗോവിന്ദൻകുട്ടി. കാഴ്ചപ്പാട് ഗോവിന്ദൻകുട്ടി. നീ എന്താ ഇവിടെ? ഗംഗയുടെ അടുത്ത് വന്നതാ. ആ വാ കേറ്. പോകാം. അപ്പൊ അയാളാണ് ഇയാള്. സംഗതി എളുപ്പമായി. തപ്പിപ്പോണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതെ അതെ, പുലിമടയിൽ വിരുന്ന് വന്ന മാൻകുട്ടി. നോ ടൈം ടു വേസ്റ്റ്. അറ്റാക്ക്. അകത്തേക്ക് വരാമോ ആവോ? അയ്യേ, നാണമില്ലാതെ വീണ്ടും വന്നോ? അങ്ങനെ തോറ്റോടുന്ന ഏന ഒന്നുമല്ല ഞങ്ങള്. ഈ കുട്ടിയുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കിയിട്ടേ ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് പോകുന്നുള്ളൂ. എടോ, താനൊരു സർക്കാർ ഉദ്യോഗസ്ഥയല്ലേ? നാണമില്ലേ തനിക്ക് വേലയും കൂലി ഇല്ലാത്ത ഇവളുമാരെ കൂടെ ചുറ്റിയടിക്കാൻ? ഇയാള് നാളെ ബാങ്കിൽ വാ, നമുക്ക് സംസാരിക്കാം ഒറ്റയ്ക്ക്. പെണ്ണുങ്ങളുടെ അടുത്ത് താൻ ഒറ്റയ്ക്ക് സംസാരിക്കത്തുള്ളൂ. പെണ്ണുങ്ങളോട് ഞാൻ ഒറ്റയ്ക്ക് സംസാരിക്കണോ അതോ കൂട്ടമായിട്ട് സംസാരിക്കണോ എന്ന് ഞാൻ തീരുമാനിക്കും. കൊച്ചമ്മമാരെ തൽക്കാൻ സ്ഥലം കാര്യാക്ക്. കുട്ടിയേട്ടാ വേണ്ട, വേണ്ട കുട്ടിയേട്ടാ വേണ്ട. നിനക്കെന്താ ഇവിടെ കാര്യം? പോയി ചായ ഉണ്ടാക്കടി. അല്ല, അതെ, ഈ ചായ എന്ന് പറയുന്നതേ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ച് തേയിലയും പാലും അതിലേക്കിട്ട് ചൂടാക്കിയാൽ ഉണ്ടാവുന്ന സാധന. പെണ്ണുങ്ങള് ചൂടാക്കിയാലേ പാല് തിളയ്ക്കുള്ളൂ എന്ന് എവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ലല്ലോ. ഓഹോ, അപ്പൊ കൊച്ചമ്മമാരെന്നെ ചായ ഉണ്ടാക്കി പഠിപ്പിക്കാൻ വന്നാണല്ലേ? ചായ മാത്രല്ലടോ, തനിക്ക് അറിഞ്ഞൂടാത്ത പലതും പഠിപ്പിച്ചിട്ടേ ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നുള്ളൂ. സ്ത്രീ സമത്വ വേദിയുടെ എക്സിക്യൂട്ടീവ് മെമ്പറാണ് ഈ നിരോഷ. നിരോഷയെ നിങ്ങൾ ബാങ്കിൽ വെച്ച് പീഡിപ്പിക്കാറുണ്ടോ? പീഡിപ്പിക്കാറൊന്നുമില്ല, ഇടയ്ക്ക് പഠിപ്പിക്കാറുണ്ട്. ജോലി ചെയ്യാനാണ് സർക്കാർ ശമ്പളം തരുന്നത്, അല്ലാതെ മൊബൈലിൽ ശൃംഗരിക്കാനല്ല. ഒരു സർക്കാർ ഉദ്യോഗസ്ഥയുടെ ഡ്രസ് കോഡ് കണ്ടില്ലേ? മിസ് ഫെമിന കോമ്പറ്റീഷന്റെ കാറ്റ് വോക്കിന് ചേരും ഇത്. നിങ്ങൾ ഏതൊരു റിസർവേഷൻ കൗണ്ടറിലും വേണേ പോയി നോക്കിക്കോ. ഒച്ചഴയുന്നത് പോലെ ഒരു ക്യൂ ഉണ്ടാവും. അതിന്റെ അങ്ങേ തലക്കിൽ ടിക്കറ്റ് കൊടുക്കുന്ന ഒരു പെണ്ണായിരിക്കും. സ്ത്രീ സംവരണത്തിന്റെ കുറുക്കു വഴികളിലൂടെയല്ല, മെറിറ്റിലൂടെ വേണം അധികാര കസേരകൾ ഉറപ്പിക്കാൻ. ഒരു സ്ത്രീ ആയിരുന്നു. അതെ, അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷേ കണ്ട നായിക്കും പേയ്ക്കൊന്നും ആ പേര് ചേരില്ലല്ലോ. എന്താണോ താൻ വിളിച്ചത്? നായെന്നോ? വെറും നായല്ല, പേ പിടിച്ച നായ. പേപ്പട്ടി. തനിക്ക് ഞങ്ങൾ അറിഞ്ഞൂടാ. പെണ്ണൊരു കംപ്ലൈന്റ് എഴുതി കൊടുത്താലേ അതില് പിന്നെ ചോദ്യവും പറച്ചിലൊന്നുമില്ല. സാക്ഷിയും വേണ്ട, ഒരു മണ്ണാങ്കട്ടയും വേണ്ട. പെണ്ണ് പറഞ്ഞാ മതി, ഒരു വാക്ക്. പെണ്ണിന്റെ ഒരു വാക്ക്. അറിയാം. ചോക്ലേറ്റിന്റെ ഐസ്ക്രീമിന്റെ ഒക്കെ പേരും പറഞ്ഞ് നീയൊക്കെ ഒരുപാട് കൊമ്പന്മാരെ മുട്ടുപിടിച്ചിട്ടുണ്ട്. നിന്റെയൊക്കെ അടിപ്പാവാടിയും കൊണ്ട് നടന്ന് സഹതാപോട്ടും വാങ്ങിച്ച് കുറെ തണ്ടികൾ അധികാരത്തിലേറിയിട്ടുണ്ട്. പക്ഷെ ആ കളി എന്നോട് കളിച്ചാലുണ്ടല്ലോ. കളിച്ചാ താൻ എന്ത് ചെയ്യൂടോ? എന്ത്